എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. പ്രോസസ് എല്ലാം പൂർത്തിയായിരിക്കുകയായിരുന്നു. ഇന്നത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. പരമാവധി കൊടുക്കാവുന്ന പ്രൊമോഷനുകൾ നമുക്ക് ഈ ഡിപ്പാർട്ട്മെന്റിനെ നടത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ പ്രൊമോഷൻസ് എല്ലാം കൊടുക്കാനാണ് തീരുമാനം. ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഒക്കെ പ്രൊമോഷൻ ഉണ്ട്. അവർക്കെല്ലാം പറ്റുന്നത് നമ്മൾക്ക് ആവശ്യമുള്ള അനാവശ്യമായ പ്രൊമോഷൻ ചെയ്തില്ല. നമുക്ക് ഇത്ര പേരെ ആവശ്യമുണ്ട്, റിട്ടയർമെന്റ് വേക്കൻസിയുള്ള അങ്ങനെയുള്ളതെല്ലാം ഫില്ല് ചെയ്യാനാണ് തീരുമാനിച്ചത്. കൊടുക്കും. 2 ദിവസം ഞാൻ MD നിർദ്ദേശിച്ചത് നാളെ മറ്റന്നാളോ അദ്ദേഹം ട്രിവാൻഡ്രത്തിൽ എന്നാ ഉടനെ വെച്ച് അത് ജീവനക്കാർക്ക് ഒരു സന്തോഷ വാർത്തയാണ്. അതിന് എല്ലാ കാറ്റഗറിയും വരുമ്പോൾ കുറച്ച് കൂടുതലാണ്. നല്ലൊരു സാമ്പത്തിക ബാധ്യതയുണ്ട്, എന്നാലും നമ്മൾ ചെയ്യാം. കാരണം ഇത് റിട്ടയർമെന്റ് ഒരുപാട് വരെയാണ് ഈ വർഷം. വളരെ വൻതോതിൽ റിട്ടയർമെന്റാണ്. റിട്ടയർമെന്റ് പല പോസ്റ്റുകളിലും ഹാൻഡിൽ ചെയ്യാൻ ആളില്ലാതെ, സ്റ്റേഷൻ മാസ്റ്റർ, ATO ഇതൊക്കെ ആളില്ലാതെ പോകും. അപ്പോൾ അതുകൊണ്ട് അതായത് ഈ പ്രൊമോഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ 1 മാസം കഴിഞ്ഞ് റിട്ടയർ ആകാൻ പോകുന്ന ഒരാളിന് പ്രൊമോഷൻ കൊടുത്താൽ അയാൾ ഒരു ജോലിയും ചെയ്യും. ഇപ്പം നമുക്ക് കിട്ടിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ ATOമാരിൽ പലരും ചെറുപ്പക്കാരാണ്. അവർക്ക് 2034 വരെ 35 വരെയൊക്കെ സർവീസും. അപ്പോൾ അവർ ആ റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്യുന്നത് കൊണ്ടാണ് KSRTC ഉണ്ടായിട്ടുള്ളത്. സാധാരണ റിട്ടയർ ചെയ്യാൻ 1 മാസമുള്ള ആളിന് പ്രൊമോഷൻ കൊടുക്കും. DTO അദ്ദേഹം മേളിൽ കയറിയിരിക്കും, താഴെയുള്ളവരെ ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇദ്ദേഹത്തിന് പെൻഷൻ വാങ്ങണമെന്ന് പറഞ്ഞ് ജോലി ചെയ്യാതിരിക്കും. ഇതാണ് KSRTC കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെന്ന ഒരു അബദ്ധം. ഇപ്പം അതില്ല. ഇപ്പോൾ പ്രൊമോഷൻ കൊടുക്കുന്ന ഒരുവിധം ഒരു വളരെ ചെറിയൊരു പെർസെൻറ്റേജ് വെച്ച് ബാക്കി എല്ലാവരും ലോങ് പീരീഡ് 1 വർഷം 2 വർഷം വരെ മിനിമം ഉള്ള ആളുകളാണ്. എങ്ങനെ പ്രവർത്തിച്ചു ആ സർവേയുടെ ഉദ്ദേശം അതിൻ്റെ ലക്ഷ്യത്തെ വഴിതിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയമായ ഒരു ലക്ഷ്യമല്ല അതിനുള്ളത്. ഒരു സർക്കാർ എന്തെല്ലാം ചെയ്തു, ഇനി എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട് എന്ന് പൊതുജനങ്ങളോട് ചോദിക്കാനുള്ള ഒരു തീരുമാനം. അതിനെ ഒരു ഇലക്ഷനുമായി കണക്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. അതിനകത്തൊരു സതുദ്ദേശമാണുള്ളത്. കാരണം ന്യൂ ജനറേഷൻ കുട്ടികളൊന്നും ഇതിൽ പങ്കാളികളാവുന്നു. ഈ ഭരണത്തിലോ രാഷ്ട്രീയത്തിലോ വോട്ട് ചെയ്യാനോ തയ്യാറാവുന്നു. അവരെ ഇതിൻ്റെ ഭാഗമായി ഇൻവോൾവ് ചെയ്യിക്കാന്നാണ്. വോട്ട് ചെയ്യാൻ പോലും, വോട്ട് ചേർക്കാൻ പോലും ന്യൂ ജനറേഷനിലെ ചെറുപ്പക്കാരായ കുട്ടികൾ തയ്യാറാവുന്നില്ല. അപ്പോൾ അവരെ ഇതിലേക്ക് ആകർഷിക്കാൻ അവരുടെ ഒപ്പീനിയൻ, ഈ നാട് എങ്ങനെയാകണം എന്ന് അവരാണ് സ്വപ്നം കാണുന്നത്. നമ്മളെ വളരെ ചെറുപ്പമായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരാണ് കാണുന്നത് നാളെ എങ്ങനെയാവണം, നാളെ എങ്ങനെ ആകണം എന്നുള്ള ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അല്ലാതെ അതൊരു ദുരുദ്ദേശമുള്ള കാര്യമല്ല. അതിന് നടപടി സ്വീകരിച്ചു, ആദ്യഘട്ട നടപടി സ്വീകരിച്ചു. ഇനി അന്വേഷണം നടത്തിയതിനു ശേഷം യഥാർത്ഥ കുറ്റക്കാർക്കനുസരിച്ച് നമ്മൾ നടപടിയെടുക്കും. അങ്ങനെ ഇറക്കി വിടാൻ പാടില്ല. രാത്രി അവിടെ നിന്നല്ല, ഒരു യാത്രക്കാരെ അങ്ങനെ പെരുവഴിയിൽ ഇറക്കി വിടാൻ പാടില്ല. കയറ്റാതെ പോകും. അങ്ങനെ ചില ആൾക്കാർ റിസർവേഷൻ എടുത്ത്, അടുത്ത കാലത്ത് കോതമംഗലത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന 2 പെൺകുട്ടികൾ റിസർവേഷൻ എടുത്തു തിരുവനന്തപുരത്തേക്ക് പോകാനാണ്. ആ റിസർവേഷൻ എടുത്ത് വണ്ടി നിർത്താതെ പോയി. ഒടുവിൽ അവിടെ നിന്ന് എന്നെ വിളിക്കുകയായിരുന്നു ഈ കുട്ടികൾ. ഞാൻ എന്നിട്ട് നേരിട്ട് ഡ്രൈവറോട് സംസാരിക്കുക. അവസാനം അവർ ടാക്സി പിടിച്ച് കുട്ടികളെ വീട്ടിൽ എത്തിക്കാമെന്ന് പറഞ്ഞു. പിന്നെ വേണ്ടാതിന് കോതമംഗലത്ത് എത്തിയപ്പോഴേക്കും മൂവാറ്റുപുഴയിൽ നിന്ന് സ്റ്റേഷൻ മാസ്റ്റർ അവരെ മറ്റൊരു ബസ്സിൽ കയറ്റി വിട്ടു. അതൊക്കെ നമ്മുടെ മക്കളാണ് ഇറക്കി വിടും. ആ ഒരു കൺസിഡറേഷനാണ് എന്നെ സംബന്ധിച്ചത്. എൻ്റെ മകളെ വഴിയിൽ ഇറക്കി വിട്ടാൽ എനിക്ക് സഹിക്കും. എൻ്റെ മകളെ കയറ്റാതെ സന്ധ്യ സമയത്ത് 5 മണിക്ക് വണ്ടി എൻ്റെ മകളെ തിരുവനന്തപുരത്തുള്ള മകളെ കയറ്റാതെ കോതമംഗലത്ത് വിട്ടുപോയാൽ അത് സഹിക്കില്ല. അതിനെപ്പറ്റി നടപടി ഇച്ചിരി വികാരപരമാണ്. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈ വേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.